നമ്മളിന്ന് ഒരു ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഒരു അടിപൊളി വീഡിയോ ആയിരിക്കും. എനിക്ക് വീഡിയോ എൻജോയ് ചെയ്യാനേ പറ്റുന്നില്ല കേട്ടോ. ഞാൻ സത്യം പറയാം, എനിക്ക് ഒട്ടും പറ്റുന്നില്ല. ഇത് ഭയങ്കര എന്തോ, സത്യം പറയാം, എനിക്ക് എന്തോ പോലെ തോന്നുന്നു. എന്താ പറയുക, എനിക്ക് കാണാനേ പറ്റുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണുന്നു, വളരെ വ്യത്യസ്തമായി. ഇത് നമ്മുടെ എനിക്കൊന്നും പറയാൻ പറ്റില്ല, കണ്ടില്ല. എന്തോ പോലെ ഇവിടെ എന്താ പറയുക, ബേജ്പൂരി പാട്ടാന്നൊക്കെ പറയുന്നത്. ബേജ്പൂരി, അതായത് നമ്മള് ഈ റാപ്പ് ഇങ്ങനത്തെ കുറെ ജേണറുള്ള ഒരു സംഭവമാണ്. ഒരു ജേണറാണ് ഈ ബേജ്പൂരി, അതായത് ഭോജ്പൂരി. ഭോജ്പൂരി. അപ്പൊ ഇതാണ് സാധനം. ഇത് ജേണറാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ എന്തോ പോലെ തോന്നുന്നത്. നമുക്ക് പഴയ അമ്മമാർക്കൊക്കെ ചിലപ്പോൾ, ഞാൻ തന്ത വൈബ് ആയതുകൊണ്ടായിരിക്കും, എനിക്കറിയില്ല. ഇപ്പോഴത്തെ ഫ്രീക്കന്മാരുടെ സാധനമായിരിക്കും, എനിക്കറിയില്ല. കേൾക്കുമ്പോൾ എന്തോ ഒരു അനുഭവം തന്നെയാണിത്. പക്ഷെ ആൾക്കാർ കമന്റ് ഉണ്ട് കണ്ടോ, പിള്ളേരൊക്കെ കമന്റ് ഉണ്ട്. കാണിച്ചു തരാം. ഒരു കമന്റ് ഞാൻ കണ്ടായിരുന്നു കണ്ടോ. ഹു ആർ സ്റ്റുഡൻസ്, ഭായിമാരാണ് ഫുള്ള്. നമുക്ക് വായിച്ചു നോക്കാം. ബ്രിങ് ദ സോങ്. ഓക്കെ, ബ്രിങ് ദ സോങ് റിട്ടേൺ ബൈ ഇത് തന്നെ ട്രെൻഡിങ്. പിന്നെ കുറേ ഉണ്ട്. പ്ലീസ് സപ്പോർട്ട് ആശിഷ് യാദവ് ബ്രദർ. കണ്ടോ, സപ്പോർട്ടൊക്കെ ഉണ്ട്, കുറേ ആൾക്കാരുണ്ട്. അങ്ങനത്തെ ഒരു ജേണറാണ് ഇത്. നിങ്ങൾക്ക് അടിച്ച് കണ്ടാൽ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കോമഡി ആയിട്ട് പ്രത്യേക വൈബ് ഫീലാണ്. കണ്ടിരിക്കാൻ പറ്റില്ല. മ്യൂസിക് വീഡിയോ അത്രയ്ക്ക് അസഹ്യമാണ്, സത്യം പറയാം. ഭയങ്കര വൃത്തികെട്ട മ്യൂസിക് വീഡിയോ. ഇത് മാത്രമല്ല, ഇനിയും ഉണ്ട് ഇതുപോലത്തെ കുറേ സാധനങ്ങൾ. കാണിച്ചു തരാം. ഇതേ സാധനം തന്നെയാ, അത്രയ്ക്ക് സഹിക്കാൻ പറ്റൂല, അതുപോലെ സാധനങ്ങൾ തന്നെയാണ്. In this course, you'll get AI skills employers are looking for. Let's get started. Enroll today. അത്രയ്ക്ക് വൃത്തിയുടെ പാട്ട്. സുഖില്ലാത്തൊരു വൈബ് നമുക്ക് വരും കണ്ടാൽ. ചിലപ്പോൾ ഞാൻ തന്തവൈബ് ഓട്ടോ ടൂണും ഇതിലെ കമന്റ് വായിച്ചു നോക്കാം. ലെറ്റ്സ് സീ ടുഡേ ഹു ആർ ലിവ് ഫോർ ഖാതു ശ്യാം ബാബ. എന്തോ എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തോ അവരുടെ കൾച്ചറിൽ എന്തോ സംഭവമാണ്, എനിക്കറിയില്ല എന്താന്ന്. കണ്ടാൽ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു വൈബ് ഫീലിംഗാ കേട്ടോ. ഒരു വൃത്തിയായിട്ടൊരു ഫീലാ. Brother, we have high hopes from this song that the song will be played and you should press like and get views. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്തോ ഭയങ്കര വ്യൂസ് കിട്ടുന്ന, ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ വേറെ, മേക്ക് ദിസ് സോങ് എ ബിഗ് ദാറ്റ് പവൻ സിംഗ് ഫാൻസ് ഗോ ഇൻ ടു ഡിപ്രഷൻ. ഒരു മോശം കമന്റ് ഉണ്ടാവും. കാരണം ഈ നമുക്ക് എല്ലാവരും ഇപ്പോഴത്തെ പിള്ളേരെ പോലെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റാത്ത എന്തോ ഒരു ഫീൽ ഉണ്ട്, പ്രത്യേക ഒരു പാട്ടൊക്കെ.
കോസ്റ്റ്യൂം വരെ നോക്കി കണ്ടിരിക്കാൻ നമ്മളിങ്ങനെ കണ്ടിരിക്കാൻ പറ്റൂല. അത് സത്യം പറയും, എനിക്ക് പറ്റുന്നില്ല. ഇനി എന്റെ ബേജൂരി ഭോജ്പൂരി അത് തന്നെ അതുണ്ടോ. ദിസ് ഈസ് ഹാസ് ബ്രോഡ് ബോളിവുഡ് ഇൻ ടു ഭോജ്പൂരി കണ്ടോ. അതായത് ഇതെന്തോ ഒരു അവരുടെ ഒരു ജോണറാണ്. എല്ലാവരും അണ്ണ മുതലാവും. നല്ല കോമഡി സാധനമാണിത്. പ്രത്യേക ഒരു അടിപൊളി വൈബ്, നല്ല വൃത്തികെട്ട വൈബ്. ഇതൊക്കെ ഇപ്പം ഇച്ചിരി എടുത്തു വെച്ച സാധനമാണിത്. ഈ വീഡിയോയിലൊക്കെ കണ്ടാൽ ഇവരുടെ ഇത് കണ്ടില്ലേ, ആ തമ്പനയിൽ കാണുമ്പോൾ തന്നെ നമുക്കത് കാണാനുള്ള ത്വര കൂടും. അത്രയ്ക്ക് നല്ല തമ്പനയിൽ കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ, ഇതായത് കണ്ടില്ലേ. ൊന്നും അറിയത്തില്ല. എന്തായാലും നമ്മളിത് കണ്ട് നമുക്ക് ചിരിക്കാമെന്ന് പറഞ്ഞാൽ ഇത് തന്നെ ഒരു ജോക്കാണ്. നമ്മളിത് റോസ്റ്റ് ചെയ്ത് വേണ്ട. ഇത് നിങ്ങൾ ഈ ഭോജ്പൂരിന്ന് അടിച്ച് വെച്ച് കണ്ടാൽ തന്നെ മതി. നമ്മുടെ ദിവസം തന്നെ നല്ലതായിരിക്കും. പ്രത്യേക ഒരു ഫീലുള്ള ഒരു പാട്ട് നമ്മൾ കണ്ട് നമുക്ക് ഒറ്റയ്ക്കിരുന്ന് ചിരിക്കാം. ഇവരുടെ ഈ എന്തോ ചിരിക്കാന്ന് പറഞ്ഞാൽ എന്തോ നമുക്കിത് തോന്നും നമ്മൾ വലിയ സംഭവം. നമ്മൾ വലിയ സംഭവമൊന്നുമില്ല, പക്ഷെ കണ്ടിങ്ങനെ ചിരിക്കുക. നമ്മളൊക്കെ ഒരു പ്രത്യേക ഒരു വൈബാണ്. നമ്മുടെ പാട്ടൊക്കെ അടിപൊളിയാന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും കാണുമ്പോൾ കേട്ടോ. നമ്മുടെ നാട്ടുകാരുടെ കേട്ടോ. സന്തോഷ് പണ്ഡിറ്റൊക്കെ എത്രയോ മെച്ചമാണെന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. കാരണം ഇത് കാണുമ്പോൾ എന്തോ ഒരു ഫീലാണ്, ഒരു പ്രത്യേക ഒരു വൈബ്, വൃത്തികെട്ടൊരു വൈബ്. ഇവിടുന്ന് കിട്ടിയ ആക്ടേഴ്സിനെയൊക്കെ എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. എന്തായാലും കൊള്ളാം. നിങ്ങളൊക്കെ അടിച്ചു കാണാം. അടിപൊളിയായിരിക്കും. നല്ലൊരു അടിപൊളി ഫീൽ ആയിരിക്കും. നമുക്ക് ദിവസം ഒരു ശുഭദിനമാണ് നമ്മൾ ആശംസിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മൾ ഭോജ്പൂരി എന്ന ഒരു ഭോജ്പൂരി എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ പരിചയപ്പെടുന്നുള്ളൂ. നമ്മൾ കേരളത്തിൽ ഇത് മൊത്തം പടരുന്നതാണ് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം. അപ്പോൾ അത്രേ ഉള്ളൂ. ഗുഡ് ബൈ.